ഹസ്കേൽ 9-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു, നഗരത്തിൻ്റെ വിനാശകരെ അടുത്തു വരുവിൻ, ഓരോരുവനും വിനാശായുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പേർ ഓരോരുവനും മഴു കയ്യിലെടുത്തുകൊണ്ട് മേൽ വടക്കോട്ടുള്ള പടിവാതിൽ വഴിയായി നടന്നു. അവരുടെ നടുവിൽ ചണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ സഞ്ചിയുമായി ഒരുവനുണ്ടായിരുന്നു. അവർ അകത്ത് കിടന്ന് താമരയാഗപീഠത്തിൻ്റെ സമീപം നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതിരുന്നിരുന്ന ക്രൂബയിൽ നിന്ന് ആലയത്തിൻ്റെ പ്രവേശന പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ചണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ സഞ്ചിയുമായി നിന്നിരുന്നവനെ വിളിച്ചു. അവനോട് കർത്താവ്, നീ യെരൂശലേം നഗരത്തിൻ്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സർവ്വതിന്മകളെയും ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം വരയ്ക്കുക എന്ന് കൽപ്പിച്ചു. അവരോടൊരുമിച്ചുണ്ടായിരുന്നവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ എൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് സംഹരിപ്പിൻ. നിങ്ങളുടെ കണ്ണിന് ദയ തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധരെയും യുവാക്കളെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുവിൻ. എന്നാൽ അടയാളമുള്ള ഒരുവനെയും തുടരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. കർത്താവേ, ഞങ്ങളോട് ദയവ് ചെയ്ത് പാപക്കറകളെ കഴുകിക്കളയുകയും കുറ്റങ്ങളെ മോചിക്കുകയും പാപങ്ങളെ പരിഹരിക്കുകയും ചെയ്യണമേ. ആമേൻ.